നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. അമ്പൂരി സെന്റ് തോമസ് HSലെ 1976 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി ഗോൾഡൻ ജൂബിലി സംഗമം 18/4/2026 അതായത് ശനിയാഴ്ച നാളെ അമ്പൂരി HSSൽ സംഘടിപ്പിക്കുന്നു. 50-ാം വർഷമായ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ 65 വയസ്സ് കഴിഞ്ഞ് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ മേഖലകളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ താമസിച്ചു വരുന്നവർ പൂർവ്വകാല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പഠിച്ച സ്കൂളിൽ വീണ്ടും ഒത്തുചേരുന്നു. കാലത്തിന് മാറ്റാനാകാത്ത ബാല്യകാല സൗഹൃദങ്ങൾ ജീവിതാന്ത്യത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഒരു റീയൂണിയൻ. നിഷ്കളങ്കമായ ബാല്യകാല സ്മരണകൾ, സഹോദരാധിഷ്ഠിത സൗഹൃദങ്ങൾ, ജീവിതധാരയിൽ വെളിച്ചം പകർന്നു കിട്ടിയ അറിവുകളെല്ലാം ഇന്നലെ എന്ന പോലെ ഓർമ്മയിൽ എത്തുന്നതായി ഇവർ പങ്കുവയ്ക്കുന്നു. കൂടെ പഠിച്ച ചിലർ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു, ചിലർ അമ്പൂരി ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞു. രീതികളിൽ വിവിധ തലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിദേശങ്ങളിൽ ആണെങ്കിലും 3 വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവരും ഒത്തുചേർന്നത്. ഇതിനുശേഷം 18-ാം തീയതിയായ ശനിയാഴ്ചയാണ് ഇവർ വീണ്ടും ഒത്തുചേരുന്നത്. 18-ന് രാവിലെ 10 മണി മുതൽ 4 മണി വരെ ബാല്യകാല ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്രയാണ് സംഗമത്തിൽ അരങ്ങേറുന്നത്. സൗഹൃദ കൂട്ടായ്മയിലെ എറണാകുളത്ത് താമസമാക്കിയ സതീശൻ നായർ, വയനാട്ടിൽ സ്ഥിര താമസമാക്കിയ PJ ജോൺ എന്നിവരാണ് കാട്ടാക്കട പത്രപ്രവർത്തക അസോസിയേഷൻ ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഈ യൂണിയനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ PJ ജോൺ മാസ്റ്റർ, അമ്പൂരി സെന്റ് തോമസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ സതീശൻ നായർ, അമ്പൂരി സെന്റ് തോമസ് ഹൈസ്കൂളിലെ പൂർവ്വ 1976 പൂർവ്വ വിദ്യാർത്ഥി. 1976 SSLC ബാച്ചിൽ വരുന്ന വിദ്യാർത്ഥികളുടെ സംഗമം നാളെ 18/4/2026 അമ്പൂരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. 15 വയസ്സിലൊക്കെ പിരിഞ്ഞവർ 65-66 വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. കാര്യം 50 വർഷം ഗോൾഡൻ ജൂബിലി വർഷമാണ് ഈ വർഷം ഞങ്ങൾ നടത്തുന്നത്. ഈ വർഷം തന്നെ സംഗമം വെച്ചിരിക്കുന്നത് ആ ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രമാത്രം ദീർഘകാലത്തിന് ശേഷമുള്ളൊരു സംഗമം ഇതുവരെയെങ്കിലും എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. അത്രമാത്രം ഞങ്ങളുടെ ആ വിദ്യാർത്ഥികളുമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ സാരം. ഞങ്ങളെ പഠിപ്പിച്ച കോട്ടയം ഭാഗത്തുള്ള 9 അധ്യാപകരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിരുന്നു. അവർക്ക് പലർക്കും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് പങ്കെടുക്കാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാറ്റുപുര ജോയി സാർ, സൂസമ്മ ടീച്ചർ, സുശീല ടീച്ചർ എന്നീ 3 അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുക കൂടി നാളെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാല സ്മരണകൾ, ഇപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തുള്ളിച്ചാടി നടന്ന് ആ സാഹോദര്യമായ ബാല്യകാല ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് ഒരു വരും കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സായം സന്ധിയിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴുള്ളത്. ആ വരുന്ന കാലഘട്ടത്തിൽ ആ പൂർവ്വകാല സ്മരണകൾ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബാല്യകാല സൗഹൃദങ്ങൾക്ക് എത്രമാത്രം ദൃഢതയുണ്ടെന്നും എത്രമാത്രം ആഴമുണ്ടെന്നും തെളിയിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് സതീശൻ നായർ അന്നത്തെ ഞങ്ങളുടെ ചെയർമാനായിരുന്നു. ഞാനും ആ കാലഘട്ടത്തിലെ എല്ലാ രംഗങ്ങളിലും, സ്പോർട്സിലായാലും ആർട്സിലായാലും പഠനകാര്യത്തിലൊക്കെ മികവ് പുലർത്തിയിരുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഒരു ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ, അല്ലെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ഒന്ന് ചിന്തിച്ചു വെക്കുക, 50 വർഷത്തിന് ശേഷം ഇത്രയും പേരുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. എല്ലാവരുടെയും നമ്പറുകൾ ശേഖരിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, ചില വിദേശത്താണ്, ചില രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലാണ്, ചില കേരളത്തിന് തന്നെ മറ്റ് എല്ലാ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അവരെയൊക്കെ നാളെ ഏറെക്കുറെ എല്ലാവരും ആ സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ പൂർവ്വ വിദ്യാലയത്തിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിലേക്ക് പ്രസ് ക്ലബിലെ നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ.